ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായത്തിൽ തുറന്നു 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 എന്ന് 24 അധ്യായത്തിൽ 6 പ്രാവശ്യം കാണാം. അതിലൊന്ന് ഇതാണ്: സ്ത്രീകൾ പോയി തുറന്ന കല്ലറ കണ്ടു. അതിനോടെ കൺവിൻസ് ചെയ്തു ക്രൈസ്റ്റ് ഈസ് റിസൺ. അപ്പൊ തുറന്ന കല്ലറ കണ്ടു. അവരോടിച്ചെന്ന് ഈ വിവരം ശിഷ്യന്മാരോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു അവർക്ക് പ്രത്യക്ഷനായി ആ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ കർത്താവ് അവരുടെ കൂടെ നടന്നു. അപ്പോൾ വീട്ടിലേക്ക് ക്ഷണിച്ചു, ഞങ്ങളുടെ കൂടെ പാർക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പം വീട് തുറന്നു. അവിടെ മന്ദബുദ്ധിയെ കർത്താവ് തുറന്നു. അടുത്തത്, കർത്താവിന് സ്തോത്രം, അവരുടെ കണ്ണ് തുറന്നു. പിന്നീട് നമ്മൾ കാണും തിരുവെഴുത്തുകൾ തുറന്നു. ഒടുവിൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു, സ്വർഗം കണ്ടു. ഫൈനലി അവർ ദൈവത്തെ അനുസരിച്ച് മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ സ്തുതിച്ചു. കണ്ടിന്യൂസ് ആയിട്ട് അവർ ഈ റിസൾട്ട്, ഈ തുറന്ന 6 കാര്യങ്ങളാണ് അവർ ഇൻസ്പയർ ചെയ്തത്. അതെ, പോലീസ് വന്നാൽ ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണാം, അതെ ഞങ്ങൾക്കതൊന്ന് പുല്ലാണെന്ന് പറയത്തക്കവണ്ണം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുമ്പോൾ എന്തോ അവരുടെ ഉള്ളിൽ ചലിക്കുന്നുണ്ട്. പട്ടിണിയേക്കാൾ വലുതാണോ പട്ടാളം വന്നാൽ കാണാം. കമ്മ്യൂണിസ്റ്റുകാർ 1944 തെരുവുകളിൽ മുഴക്കിയൊരു ശബ്ദമാണ്. അപ്പം ആ ഉള്ളിൽ എന്തെങ്കിലും കയറാതെ വെടിയിൽ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവർ ദൈവാലയത്തിൽ മഹാസന്തോഷത്തോടെ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോകുന്നത്. ദൈ ഓപ്പൺ ദെയർ മൗത്ത്. കർത്താവ് അത്തിയെ നോക്കിയപ്പോൾ ഇല കണ്ടപ്പോൾ ഓർത്ത് പഴം കാണുമെന്നല്ലേ. ഇല മരത്തിനുള്ളതാണ്, പഴം യജമാനനുള്ളതാണ്. അപ്പം ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങൾ, അത്തികൾ നമ്മുടെ നാട്ടിൽ വളരുകയാണ്. ഇപ്പം ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും ഒക്കെ വന്നുകൊണ്ട് ആരും കയറി പ്രസംഗിക്കും. കയറി ഒന്ന് പ്രസംഗിക്കാൻ നല്ല സൗകര്യമാണല്ലോ എന്ന് കണ്ടൊക്കെ പ്രസംഗിക്കും. അതെല്ലാം കേട്ട് വിശ്വസിക്കാൻ പാടില്ല. കാരണം ഈ പ്രാക്ടിക്കലായിട്ട് ഇവൻ എന്ത് ചെയ്തു, അതാണ് പ്രധാനമായ വിഷയം. അപ്പോൾ കർത്താവായ യേശുവിനെ നമ്മൾ ശക്തിയോടെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെങ്കിൽ അതിന് തക്കതായ ഒരു ഇൻസ്പിറേഷൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അത് സത്യമാണ്. അങ്ങനെ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ ഇന്ന് കാണുന്നതായ ഒരു വലിയ പ്രയാസം, സഭകൾ വളരുന്നില്ല. നമ്മൾ വളരെ ശക്തമായ ദൂത് പറയുന്നുണ്ട്, വിശുദ്ധിയിൽ കുറവല്ല, ബട്ട് ദ റിസൾട്ട് ഓറിയൻറ്റഡ് അല്ലാതെ, റിസൾട്ട് ഓറിയൻറ്റഡ് എന്ന് പറയാൻ ആത്മകൾ രക്ഷിക്കപ്പെടണം, ആത്മകൾ വരണം. നീ ശുശ്രൂഷിച്ച സഭയിൽ 3 കൊല്ലം ശുശ്രൂഷിച്ചു, ഒരാളെ സ്നാനപ്പെടുത്തിയോ? ഒരാളെങ്കിലും വന്നോ? നീ കൈവച്ച് പ്രാർത്ഥിച്ച് രോഗം നിൻ്റെ മേൽ കയറിയതല്ലാതെ അവരിൽ നിന്ന് രോഗം പോയതായിട്ട് കാണുന്നില്ല. കൃപാവരങ്ങളുടെ ഒരു ശുശ്രൂഷ ഇന്നുണ്ടോ? ഇന്ന് പെന്തിക്കോസ്തിൻ്റെതായ ഒരനുഭവം ഉണ്ടോ? അന്യഭാഷ സംസാരിക്കുന്നവർ സഭയിലുണ്ടോ? ഉപദേശം പറഞ്ഞ് ആളുകളെ വെട്ടിമുറിക്കുവാൻ നമുക്ക് സാധിക്കും. പൗരോഹിത്യ സഭകളുടെ, ഓർത്തഡോക്സ് സഭകളുടെ വിശ്വാസ പ്രമാണം മുഴുവൻ തെറ്റാന്നും പുരോഹിതന്മാരില്ലെന്നും മരിച്ചവരോടുള്ള പ്രാർത്ഥന ഇല്ലെന്നും എന്ന് വേണ്ട, മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞ് നമുക്ക് ഖണ്ഡിച്ച് ആളുകളെ വെളിയിൽ കൊണ്ടുവരാം. ബട്ട് ദ പെന്റിക്കോസ്റ്റൽ എക്സ്പീരിയൻസ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടോ? അതാണ് പ്രധാനമായിട്ട്. അന്നേരം മറ്റേത് ഖണ്ഡനമൊന്നും ആവശ്യമില്ല. ആളുകൾ കൂട്ടത്തോടെ കൂടും. ഒറ്റ ഇരിപ്പിൽ 3000, അത് കഴിഞ്ഞ് 5000. അത് മൾട്ടിപ്ലിക്കേഷനാണ്, ആഡിങ് ആണ്, അതാണ് സബ്സ്ട്രാക്ഷൻ അല്ല. അപ്പം ആഡിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ല. സഭകളിലൊന്നും ആത്മാക്കൾ വരുന്നില്ല.
40 കൊല്ലം എന്ന് പറയുന്നു. അവിടെ കെട്ടിടമുണ്ട്, സമ്മതിച്ചു. അവിടെ കുറേ ആളുകൾ വന്നവർ അവിടെ കൂടിയിട്ടുമുണ്ട്. ബട്ട് ഈ വലിയൊരു ഇൻസ്പിറേഷൻ അപ്പസ്തോലിക സഭയിൽ നടന്നതുപോലെ നമുക്ക് നടക്കാനെന്ന് പറ്റുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ആത്മാഭിഷേകം പ്രാപിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. ഞാനൊരാളെ അളവ് ചെയ്യുന്നത് അവൻ്റെ പ്രസംഗം ശരിയാണ്. നീ ഒരു സഭ ഭരിച്ചിട്ടുണ്ടോ? നിൻ്റെ സഭയിൽ എത്ര ആത്മാക്കൾ വന്നിട്ടുണ്ട്? നിൻ്റെ കയ്യാൽ എന്തുമാത്രം പേരെ സ്നാനപ്പെടുത്തി? അതെ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കർത്താവായ യേശു ക്രിസ്തു, അതായത് ദ ഫ്രൂട്ട് ഓഫ് എ ക്രിസ്ത്യൻ ഈസ് അനദർ ക്രിസ്ത്യൻ. ഞാൻ മുഖാന്തരം എത്ര പേര് വന്നിട്ടുണ്ട്? ഞാൻ കപ്പലിലായിരുന്ന കാലത്ത് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്ത് അനേകർ സ്നാനപ്പെട്ടിട്ടുണ്ട്. ഞാനത് വിശ്വാസിയല്ല, പാസ്റ്ററല്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ തീ കത്താൻ തുടങ്ങി. ലോകം മുഴുവൻ, റഷ്യ ഒഴിച്ചുള്ള രാജ്യങ്ങൾ മുഴുവൻ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഷിപ്പ് പോകുന്നിടത്തെല്ലാം ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. എന്നെ മിഷണറി വേലയ്ക്ക് വളരെയധികം പ്രോത്സാഹിപ്പിച്ചതായ ഒരു കാര്യം, ഈ ബൈബിളിനെ ഉയർത്തിയ സ്ഥലങ്ങൾ മാത്രമേ ഭൂമിയിൽ സമ്പന്നമായും അത് ഐശ്വര്യമായും കഴിയുന്നുള്ളൂ എന്നുള്ളതാവും സത്യം. കാരണം എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഞാൻ കറങ്ങിയിട്ടുണ്ട്. ദാരിദ്ര്യവും പട്ടിണിയും നമ്മുടെ രാജ്യം തന്നെ അതിനൊക്കെ ഇരയായതിൻ്റെ കാരണം അതാണ്. എന്നാൽ ബൈബിളിനെ ഉയർത്തിയാൽ ബൈബിൾ വിൽ മേക്ക് പോസിബിൾ എ ഗവൺമെൻറ് ഓഫ് പീപ്പിൾ ഫോർ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ എന്നുള്ളത് എബ്രഹാം ലിങ്കൻ എഴുതി വെച്ചതാണ്. ദ ബൈബിൾ ക്യാൻ മേക്ക് ഗവൺമെൻറ് ഫോർ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ ജനങ്ങൾ നയിക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റിനെ ബൈബിൾ ഉണ്ടാക്കാമെന്ന് കഴിയുന്ന എബ്രഹാം ലിങ്കനാണ് പറഞ്ഞത്. സോ ബൈബിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടു പ്രീച്ച് ദ ഗോസ്പൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവർ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരുന്നു. നമ്മളിന്ന് പാർട്ട് ടൈം വർക്കേഴ്സാണ്. സൗകര്യമുള്ളപ്പോൾ കയറുക എന്നുള്ളതേ ഉള്ളൂ. യു ആർ ആൻ ഹാഫ് ടൈം വർക്കർ, ബട്ട് യു ഗോട്ട് എ ഫുൾ ടൈം ഡെവിൾ അഗൈൻ ബിഹൈൻഡ് യു. അത് മനസ്സിലാക്കണം. നിന്നെ നശിപ്പിക്കുവാൻ ഒരു ശക്തി പുറകിലുണ്ട്. ഈ പൗലുസ് വിശ്വാസിയെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ യുദ്ധക്കളത്തിലാണ് അവസാനം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങൾ, ദ സ്ട്രാറ്റജി ഓഫ് ദ ഡെവിൾ. പിശാച് നമുക്കൊരു എതിരാളി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. നീ ഒരു സഭയൊരിടത്ത് വെച്ചാൽ ചുമ്മാ വെറുതെ കയറി പാട്ടുപാടിയതുകൊണ്ട് അവിടെ അന്ധകാര ശക്തികൾ പോവുകയില്ല. പിശാചിനെ അറ്റാക്ക് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ അവിടെ ഉണ്ടായെങ്കിൽ മാത്രമേ ആ ചർച്ചിനെതിരായിട്ട് വരുന്ന ശക്തികളെ തടയാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് സഭകളിൽ പിളർപ്പ്? എന്തുകൊണ്ടാണ് വഴക്ക്? എന്തുകൊണ്ടാണ് അസൂയ? ഇതെല്ലാം കാരണം നോ പ്രേയിങ് പീപ്പിൾ, നോ സ്പിരിച്വൽ പീപ്പിൾ. ആക്ച്വലി ഇൻവേർട്ട്ലി there are no spiritual people. അതുകൊണ്ടാണ് സഭകൾ വളരാത്തത്. അപ്പോൾ വളരെ പ്രാധാന്യമായ ഒരു കാര്യം, ഒരു തുറക്കപ്പെട്ട കല്ലറ നമ്മൾ എപ്പോഴും കാണണം. ഐ സി ക്രൈസ്റ്റ്. എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എനിക്കൊരു മരണത്തിന് ശേഷം എനിക്ക് ഒരു ജീവനുണ്ടെന്നുള്ള ആ പ്രത്യാശ അക്കരെ നാട്ടിലേക്ക് കടക്കണം. രണ്ടാമത് അവരുടെ മന്ദബുദ്ധികളെ തുറന്നു. നമ്മുടെ ബുദ്ധി, നമ്മൾ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ചുമ്മാ വായിച്ചുകൊണ്ട് അത് സംസാരിക്കുകയില്ല. അതിൻ്റെ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കത്തക്കവണ്ണം അത് വ്യായിക്കുകയും ധ്യാനിക്കുകയും ഒരു ചെയ്യണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒറ്റ വാക്ക്, ഒറ്റ വചനം മതി. അത് നീ ഡെയിലി അത് ഉപയോഗിച്ചാൽ ഒരു ശത്രു നിൻ്റെ നേരെ വരികയില്ല. ദൈവത്തിന് സ്തോത്രം. 1-ാം സങ്കീർത്തനം തന്നെ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ. ദാവീദിനെ ഒന്നും അറിയാൻ മേലാത്ത ആളായിരുന്നോ? ദൈവത്തിൻ്റെ ആളല്ലേ? അപ്പം രാപ്പകൽ, ഡേ ആൻഡ് നൈറ്റ് യു ഹാവ് ടു മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ആർ യു ഡൂയിങ് ദാറ്റ്? നമുക്കതൊന്നും സാധ്യമല്ല. നമ്മൾ ഞായറാഴ്ച വരുന്നു, എന്തെങ്കിലും കൊടുക്കുന്നു, അത് പോകുന്നു എന്ന് മാത്രമല്ലാണ്ട് ആർ യു ഫെർവൻറ്റ്? ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. നിൻ്റെ പുറകിൽ ഒരു പവർ വേണം. ഐ ആം റൈറ്റ്, കാരണം ഞാൻ തുറന്നൊരു കല്ലറ കണ്ടതാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് തന്നെയല്ല, അവരുടെ വീട് അവർ കർത്താവിനായി തുറന്നു കൊടുത്തു. ഞങ്ങളുടെ കൂടെ പാർക്കാം. കർത്താവിൻ്റെ കൂടെ പാർക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. 24 മണിക്കൂറിൽ 20 മണിക്കൂർ ലോകത്തിന് വേണ്ടി പ്രവർത്തിച്ചേച്ച്
നീ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാമെന്ന് ധരിക്കണ്ട. സിറ്റ് അറ്റ് ഹിസ് ഫീറ്റ്. കർത്താവിൻ്റെ കൂടെ കുറേ സമയം ചെലവഴിക്കുക. ഒരു മണവാളൻ ആഗ്രഹിക്കുന്ന മണവാട്ടി കൂടെ താമസിക്കണമെന്നാണ്, അല്ലാതെ രണ്ടിടത്ത് താമസിക്കാനല്ല. നിന്റെ ആത്മ മണവാളൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നീ അവൻ്റെ കൂടെ താമസിക്കണം, അവൻ്റെ കൂടെ ഇരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഇതുപോലെ ആത്മ മണവാളൻ്റെ കൂടെ നീ ഇരിക്കാറുണ്ടോ? ആർ യു ടോക്കിംഗ് വിത്ത് ഹിം? ആർ യു ലിസണിങ് ഹിം? അപ്പം നിൻ്റെ ബുദ്ധിയെ അവൻ തുറക്കുന്നു. ഈ ഒരു വാക്യം വായിക്കുന്നതിൻ്റെ അർത്ഥം വേറെയാണ്. നമ്മൾ ഒരുപാട് പേര് വായിക്കുന്നുണ്ട്, പക്ഷേ എനിക്കറിയാം ചിലർക്ക് വലിയ വെളിപ്പാട് പെട്ടെന്ന് കൊടുക്കുകയാണ്. ഓരോ വാക്യത്തെ, ഒരു മുറിവാക്യത്തെ 1000 പ്രാവശ്യം നമ്മൾ വായിച്ചു കാണും, പക്ഷേ അതിനൊരു കൂട്ടായ്മ. അപ്പോൾ തുറന്ന സ്വർഗം വന്ന ബുദ്ധി അവൻ്റെ തുറന്നു, തിരുവെഴുത്തുകളെ തുറന്നു. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ശരീരത്തിന് സൗഖ്യമാക്കാൻ കഴിയില്ല, അല്ല മരുന്നിന് സൗഖ്യമാക്കാൻ കഴിയില്ല. എന്നാൽ ശരീരത്തിന് നമ്മുടെ ഹീലിംഗ് പവറുണ്ട്. ആ പവറിനെ ഇൻറ്റൻസിഫൈ ചെയ്യാനാണ് മരുന്ന് കൊടുക്കുന്നത്, അല്ല മരുന്ന് നമ്മളെ സൗഖ്യമാക്കുന്നില്ല. അപ്പം എല്ലാ മരുന്നിനേക്കാളും നല്ലത് ദൈവത്തിൻ്റെ ഒരു വാക്യം എടുത്ത് വായിച്ച് നീ 24 പ്രാവശ്യം അത് പറഞ്ഞാൽ അത് വളരെ എഫക്റ്റീവാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു, അതെ അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമോ. നീ പറ, സേ ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. അതെ 24 മണിക്കൂർ നിൻ്റെ വായിലത് ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. വേറെ ഒന്നും വാഴരുത്. ഇതിനിടയിൽ കളിയെടുക്കാൻ പോകരുത്. ഇതിനിടെ നീ ലോകത്തിൻ്റെ വൃത്തികെട്ട അതെയല്ല. ഇന്നിപ്പം മൊബൈൽ ഫോണ് എല്ലാവരുടെ കയ്യിലുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അതിനകത്ത് അടക്കിയിട്ടുണ്ട്. ഗൂഗിളുമായിട്ടൊക്കെ ഇടപെടുന്നവർക്കറിയാം. എനിക്കറിയാൻ മേല, എനിക്ക് ഒരു വിളി വന്നാൽ തന്നെ എടുക്കാൻ അറിയാൻ മേല, കാരണം പഠിക്കണമെന്നുമില്ല. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ വളരെ സംഗതികളുണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാർ നമ്മുടെ കൂടെയാണോ? അവരുടെ ഹൃദയം നമ്മുടെ കൂടെയാണോ? ഇന്നത്തെ ലോക സംഗതികൾ ഇങ്ങനെയാണ്. അപ്പം ദൈവത്തിൻ്റെ വചനം റീപ്ലേസ് ചെയ്യുക, ലോകത്തിൽ അത് റീപ്ലേസ് ചെയ്യുക എന്ന് നമുക്ക് പറയാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവരുടെ കണ്ണ് തുറന്നു, അവരുടെ ബുദ്ധി തുറന്നു, സ്വർഗം തുറന്നു. ഒരു തുറക്കപ്പെട്ട സ്വർഗം നമുക്കുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ ജീവിതത്തിന് അപ്പുറം ഒരു ജീവിതമില്ല എങ്കിൽ ഇതൊരു വെറിക്കൂത്താണ് എന്ന് A.G. വെൽസ് വലിയ ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട്. അത് അയാളുടെ കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാണ്, എന്നിൽ വിശ്വസിക്കുന്നവർ നിത്യജീവനുണ്ട്. വൈ ഡോണ്ട് യു ബിലീവ് ദാറ്റ്? ആ ഹോപ്പ്ഫുൾ ലൈഫ് അതാണ്. അത് ഹോപ്പ്ഫുള്ളായിട്ട് ജീവിക്കണം. 1-ാം സങ്കീർത്തനത്തിൽ അങ്ങനെയുള്ളവൻ്റെ ഇല വാടുകയില്ല, അവൻ്റെ വേര് ഉണങ്ങിപ്പോവുകയില്ല, തക്ക കാലത്ത് അവൻ ഫലം കായ്ക്കും എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ വേർപാടല്ലേ? അതല്ലേ യഥാർത്ഥമായ ജീവിതം? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീട്ടിൽ അതല്ലാത്ത പുസ്തകം കാണരുത്, അവൻ്റെ വീട്ടിൽ അതല്ലാത്ത കലണ്ടർ കാണരുത്, അതല്ലാത്തതായ സീൻ നീ കാണരുത്. കാരണം ഇറ്റ് വിൽ എഫക്റ്റ്. ഇപ്പോൾ ഈ രാത്രിയിലൊക്കെ കൊലപാതകവും അക്രമവും, അവിടെ ശവം കുഴിച്ചു മൂടി, ഇവിടെ ശവം കുഴിച്ചു മൂടിയൊക്കെ ശരിയാ. ഈ ദൂതെല്ലാം കേട്ടേച്ച് നീ ഉറങ്ങരുത്. ഒടുവിൽ നിൻ്റെ ഉള്ളിലും ഈ നരവരിക്കെല്ലാം പവർ കയറും. നിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പോകും. നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് കാണുന്നതായ ചിത്രങ്ങൾ, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് പറയുന്ന വാക്കുകളെല്ലാം ലാസ്റ്റ് വാക്കുകളാണ്. അത് നമ്മുടെ മൈൻഡ് തന്നെ, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, കോൺഷ്യസ് മൈൻഡുണ്ട്. അപ്പോൾ ഇതിൽ കൂടിയാണ് ഇതെല്ലാം ആക്ട് ചെയ്യുന്നത്. ദൈവം മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന ചിന്തയിൽ കൂടിയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വരുന്നത്. ബട്ട് വാട്ട് യു സീ, നീ എന്ത് കാണുന്നു, അതാണ് മനുഷ്യപുത്ര. നീ എന്ത് കാണുന്നു, നീ എന്ത് കേൾക്കുന്നു, ദാറ്റ് ഈസ് ഇറ്റ് അഫക്റ്റ് യു. അതുകൊണ്ടാണ് ഈ കൊലപാതകത്തിനൊക്കെ കാരണമായി തീരുന്നത്. ആവശ്യമില്ലാത്തത് കണ്ടു, ആവശ്യമില്ലാത്തത് കേട്ടു, ആവശ്യമില്ലാത്തത് പറഞ്ഞു, അതെല്ലാം നിൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യുകയാണ്. വലിയ റെക്കോർഡിംഗ് മെഷീനാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ ന്യായവിസ്താരത്തിൽ പുസ്തകങ്ങൾ തുറന്നെന്ന് പറയുന്നത്. അതാണ്, ആ പുസ്തകം നിൻ്റെ മനസ്സ് തന്നെയാണ്. അവിടെ എല്ലാ റെക്കോർഡും ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡിങ് നിൻ്റെ മനസ്സാണ്. അതിൽ കൂടെ തകരാനായിട്ട് ഇടയാവും. അപ്പം തുറന്നതായ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിരിക്കണം. തുറന്നൊരു സ്വർഗം
കർത്താവ് താൻ ഗംഭീരനാദത്തോടും അത് ഏതാണ്ട് 60-70 കൊല്ലം മുമ്പ് എഴുതിയ പാട്ടാണ് വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക എന്നുള്ള പാട്ട്. അന്നത്തെ ഞാൻ ഓർക്കുന്നുണ്ടോ, ഞാൻ കൊച്ചാണ്, യുദ്ധകാലമാണ്. അത് യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു, രാജ്യങ്ങളോട് എതിർപ്പു തുടങ്ങിയല്ലോ, നേടാം വിശുദ്ധിയെ തികച്ചു നാം നിൽക്ക പ്രിയൻ വരുവതിൻ മസമേറയില്ല, വിശുദ്ധിയെ പ്രിയൻ വരുവതിൻ. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ, ദൈവശക്തിയെ ത്യജിച്ചവരോടിടുന്നേ, ലോകമോഹങ്ങൾക്കധീനരായി തീരുന്നത് ഒരുങ്ങിടാം, ഒരുങ്ങിടാം. പ്രൈസ് ദി ലോർഡ്. ആ പാട്ടൊക്കെ അന്ന് ആ കാലങ്ങളിൽ എഴുതാൻ കാരണം ഇതാണ്. അപ്പോൾ നമ്മുടെ ചിന്ത ഇവിടെ നമ്മൾക്കെന്ത്, നമ്മൾ വാട്ട് ഹാവ് സീൻ, മനുഷ്യപുത്ര നീ എന്ത് കാണുന്നു, വിഷൻ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയരഹസ്യം വിഷനാണ്. ആ വിഷനാണ് ആക്ച്വലൈസ് ചെയ്യുന്നത്. സീ ദ ഇൻവിസിബിൾ, ടച്ച് ദ അൺടാഞ്ചബിൾ ആൻഡ് അച്ചീവ് ദ ഇമ്പോസിബിൾ. കൊളംബസ് അമേരിക്ക എന്നൊരു സ്ഥലമുണ്ടെന്ന്, ഇതിന് ഭൂമി ഉരുണ്ടതാണെന്നും ഇതിനപ്പുറത്തൊരു സ്ഥലമുണ്ടെന്നും ഒരു വിഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് കൊളംബസ് വന്നത്. തൻ്റെ കൂടെയുള്ളവർ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് ഒരുങ്ങി, വാളെടുത്ത് വെട്ടാനൊരുങ്ങി. കാരണം കര കാണുന്നില്ല. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞു ഒരു കരയുണ്ടെന്ന്. നോ കര. എന്നാൽ കൊളംബസ് പറഞ്ഞു സെയിൽ ഓൺ, ഐ സേ സെയിൽ ഓൺ, ഐ ഹാവ് കോൺഫിഡൻസ്. അങ്ങനെ വന്ന 4 ദിവസം കഴിഞ്ഞപ്പോൾ പക്ഷികൾ പറക്കാൻ തുടങ്ങി, കാണാൻ തുടങ്ങി, കര കണ്ടു. വിഷൻ. ഹെൻറി ഫോർഡിന് വിഷൻ ഉണ്ടായിരുന്നു, ഒരു കാർ ഉണ്ടാക്കാമെന്ന്. അതേ റെസിപ്രോക്കറേറ്റ് എൻജിൻ ഉണ്ടാകണമെന്നും അത് അവസാനം വരെ ഫൈറ്റ് ചെയ്തു. അത് കണ്ട് സ്റ്റെയിൻമേറ്റ്സ്, ജനറൽ മോട്ടോഴ്സിൻ്റെ വലിയ ആൾ, ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കണ്ടുപിടിച്ചതായ കാര്യങ്ങളെല്ലാം അവർക്ക് വിഷൻ ഉണ്ടായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ വിഷൻ നമുക്കും ഉണ്ടാകണം. കർത്താവ് പൗലുസിൻ്റെ ദർശനം, രാജാവെ ഞാൻ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ എന്ന് പറയുന്നു. ഹാവ് യു ഗോട്ട് എ വിഷൻ? ഈ വിഷനില്ല 99% ആളുകൾക്കും ലക്ഷ്യബോധമില്ല. ഞാൻ എവിടെ ചെന്ന് ചേരണം? ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ ഇട്ടേച്ചു പോവും. ഇല്ല, ഞാൻ കയറും. ടെൻസിങ്, അത് ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയത് അവൻ ആദ്യം പോയപ്പോൾ പരാജയപ്പെട്ടു. അവൻ പറഞ്ഞു ഇനി ഞാൻ കയറുമെന്ന് പറഞ്ഞു. ന്യൂസിലൻഡുകാരൻ പറഞ്ഞു ഞാൻ കയറും. ആ ഒരു വിഷൻ നമുക്കുണ്ട്. മലയിലേക്ക് കയറുന്നതിന് വഴി കണ്ടുപിടിക്കണം. ആ വർക്ക് ആൻഡ് വർക്ക് ആൻഡ് ലുക്ക്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വിജയം വരുള്ളൂ. എന്തിനാണ് എന്നെ ഈ സഭയിലാക്കിയിരിക്കുന്നത്? 3 കൊല്ലത്തെ ഉദ്യോഗമോ? 3 കൊല്ലത്തേക്ക് എന്നെ ശമ്പളം മേടിച്ച് ജീവിക്കാനോ? അതൊരു സാധാരണ കാര്യം. അല്ലെ വേറൊരു ജോലി കിട്ടും. ദൈവസഭയുടെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നീ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവനായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി ഏതാണ്? അതിന് നീ പ്രാർത്ഥിക്കണം. നീ രോഗികളെ തൊട്ടാൽ സൗഖ്യമാകണം. സഭയിൽ ആത്മാക്കൾ കൂട്ടത്തോടെ വരണം. ഒരു വലിയ ഗ്രോത്ത് നീ കാണണം. ഇതൊന്നും കാണാനല്ല, ഒരു വിഷനുമില്ല. ദൈവം നല്ലവനാന്ന് എല്ലാ ഞായറാഴ്ചയും പ്രസംഗിച്ചുകൊണ്ട് ആ നല്ലവനെ ഒന്ന് നീ ടാപ്പ് ചെയ്തെടുക്കണ്ടേ? ആ ദൈവവുമായി നീ ഒന്ന് ബന്ധപ്പെടണ്ടേ? കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വാട്ട് ഹി ക്യാൻ ഡു. നിനക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുക. നീ ചോദ്യം എന്നോട്, ആസ്ക് ഓൺ, സീക്ക് ഓൺ ആൻഡ് നോക്ക് ഓൺ. എന്നോട് നീ ചോദ്യം, ഞാൻ തരാം. ദൈവം പറഞ്ഞല്ലോ എൻ്റെ നാമത്തിൽ ചോദിക്കുന്ന ഞാൻ തരാം. ദൈവത്തോട് ചോദിക്കുന്നില്ലാരും. ആ 5 അപ്പം 3 അപ്പം വായ്പ തരണമെന്ന് പറഞ്ഞവന് കുറച്ച് അപ്പം തരണമെന്നല്ല പറഞ്ഞത്, ഡെഫിനറ്റായിട്ട് പറഞ്ഞു 3 അപ്പം തരണമെന്ന്. സോ അതായത് അവൻ്റെ വിഷയൻ. അവൻ പിന്നെയും നിർബന്ധിച്ചു. അപ്പോൾ ലോകത്തിൽ ഒരു കാര്യം സാധിക്കണമെങ്കിൽ അവന് ഉള്ളിലൊരു വലിയ വിഷൻ ഉണ്ടാകണം. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച് നീ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? പണ്ടൊരിക്കൽ ഇംഗ്ലണ്ടിൽ ഒരാളെ ജയിലിലേക്ക് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോയപ്പോൾ
ചാപ്ലിൻ പുറകെ നടന്ന് പറഞ്ഞ് നീ കർത്താവിൻ്റെ അരികെ പോകുമെന്ന്. അവൻ ഇന്നേച്ച് പറഞ്ഞ സത്യമാണെങ്കിൽ നീ ഇംഗ്ലണ്ടിലുള്ള ഓരോ തെരുവിലും മുട്ടയെ കുത്തി നടന്ന ഈ കാര്യം പറയാൻ പറഞ്ഞു. ഇതൊക്കെ ചുമ്മാ ഉദ്യോഗമല്ലേ, ഈ വേലത്തര എല്ലാവർക്കും മനസ്സിലാവും എന്നും പറയും. നിന്റെ സഭയിൽ എന്തുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കുന്നില്ല? പ്രേ ഫോർ ദാറ്റ്. എന്തുകൊണ്ട് നിന്റെ സഭയിൽ ആത്മാക്കൾ വരുന്നില്ല? പ്രേ ഫോർ ദാറ്റ്. ഞാൻ ചോദിക്കുന്ന 10 പേരെ സ്നാനപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നാ തവായോ, എന്നാ കാര്യമാ? ഞാൻ വടക്കൻ തിരുവിതാംകൂറിൽ ചെല്ലുന്നത് എന്ന കാലത്ത് യാക്കോബായക്കാരുടെ ഒരു വലിയ കേന്ദ്രങ്ങളാണ്. അപ്പോൾ തന്നെ മുസ്ലിമുകളും എല്ലാം ഉണ്ട്. എനിക്ക് ആരെയും പരിചയമില്ല. പക്ഷേ ആ സ്ഥലത്ത് ചെന്ന് 3 വർഷം ഞങ്ങളവിടെ പ്രവർത്തനം ആരംഭിച്ചു. ആരും പരിചയമില്ല. ഒരു പ്രാർത്ഥനാ യോഗത്തിൽ അവിടുത്തെ പെരുമ്പാവൂരെ വലിയ കുടുംബത്തിലെ 2 പേര് രക്ഷിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവരെ വലിച്ചു. എൻ്റെ ആഗ്രഹം പുതിയ സഭയുണ്ടാകണം. ഇന്ന് 300-350 പേര് കൂടുന്ന ഒരു സഭ ടൗണിലുണ്ട്. കോതമംഗലം ടൗണിലുണ്ട്, കോലഞ്ചേരി ടൗണിലുണ്ട്, മൂവാറ്റുപുഴയുണ്ട്. 100-120 സഭകൾ പെടുപെടുപെടുപെടുപെടാന്നായി. നിന്റെ സൈന്യത്താലല്ല, ശക്തിയാലല്ല, നിന്റെ പ്രസംഗത്തിൻ്റെയോ നിന്റെ ഡോക്ടറേറ്റിൻ്റെയോ DD അല്ല. അത് സഹായിക്കും എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇഗ്നീഷ്യൻ കീ എവിടെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. കർത്താവിന് സ്തോത്രം. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് കാർ ഓടിക്കണമെന്നില്ല. എന്നാൽ അതിൻ്റെ ഇഗ്നീഷ്യൻ കീ ഇട്ടിട്ട് അത് ഡ്രൈവ് ചെയ്യുന്നത് പഠിക്കണം. അതിൻ്റെ പവർ എവിടെയാണ് വരുന്നതൊക്കെ അറിയണം. പരിശുദ്ധാത്മാവിന് സ്തോത്രം. 4 വാക്ക് അന്യഭാഷ പറഞ്ഞുകൊണ്ട് പെന്തക്കോസുകാരനാകുന്നില്ല. നീ കണ്ടിന്യൂ ഇറ്റ്. എല്ലായിടത്തും സ്റ്റഡിയായി നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ ഒരു കണ്ണ് തുറക്കണം. നമ്മൾ തുറന്നിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ സഭകളും നമ്മുടെ സ്ഥലങ്ങളും എല്ലാം കീഴ്മേൽ മറിഞ്ഞേനെ, നമ്മുടെ അയൽക്കാരൻ മറിഞ്ഞേനെ. ഞാൻ സാധാരണ ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ ചുറ്റും 1.5 മൈല് ഞാൻ ആ വണ്ടിയിൽ യാത്ര ചെയ്ത് ആ വീടുകളുടെ എല്ലാം പേരെഴുതിയെടുത്ത് വർഷങ്ങൾ പ്രാർത്ഥിച്ച് ഇന്ന് അവിടെയെല്ലാം ധാരാളം സഭകളുണ്ട്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അതെ, ഒരു ലക്ഷ്യം വെച്ച് പ്രാർത്ഥിര്. ചുമ്മാ പ്രാർത്ഥിക്കുക, കാടടച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യയെ അനുഗ്രഹിക്കണേ കർത്താവെ. ഇന്ത്യ എവിടെയാണ്? ഇന്ത്യയിൽ എവിടെയാണ്? കേരളമാണോ അത് കർണാടക പ്രദേശമാണോ? അല്ല, കേരളത്തിൽ എവിടെയാണ്? ഏത് സ്ഥലമാണ്? അത് കോഴിക്കോടാ? അത് കോഴിക്കോട് ഏത് സ്ട്രീറ്റാ? അതിൻ്റെ സ്ട്രീറ്റാ. അതിലേത് വീടാ? അതിൻ്റെ വീടാ. അതിലാരാളാ? അത് ഒരാൾ. അത് പറ. അല്ല, ഇന്ത്യയെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ ജനരാക്ഷി പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല. അത് ചുമ്മാ ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്നേ ഉള്ളൂ. സ്പെസിഫിക്കായി ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിര്. നീ ആയിരിക്കുന്ന സഭയുടെ ചുറ്റുമുള്ളവർ എതിരാണോ? ഒരു പ്രയാസവും ഇല്ല, അവരെ തകർക്കുക എന്ന് ഞാൻ പറഞ്ഞത് അവരെ ബന്ധിക്കാം. കാരണം പരിശുദ്ധാത്മാവെന്ന ആത്മാവ് കംഫർട്ടർ നമ്മുടെ കൂടെയുണ്ട്. അത് നമ്മുടെ ആശ്വാസപ്രദൻ നമ്മുടെ കൂടെയുണ്ട്. ആർക്കും കഴിവില്ലാത്ത ക്രിസ്തുവിനെ ഉയർത്തിയ ശക്തി, അളവില്ലാത്ത, അതിരില്ലാത്ത, എതിരില്ലാത്ത ആ ശക്തി നമുക്കായിട്ടുണ്ട്. സോ ദാറ്റ് വി ക്യാൻ യൂസ് ദാറ്റ് പവർ. വി ക്യാൻ ട്രസ്റ്റ് ഓൺ ദാറ്റ് പവർ. ഞാൻ കൈ ചൂടി പ്രാർത്ഥിച്ച ഒരു സ്ഥലങ്ങളും കിട്ടാതെ വന്നിട്ടില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, സഹോദരന്മാരെ, വേലക്കാരെ, ഞങ്ങൾ വിഷനുള്ളവരായിരിക്കണം. നിങ്ങൾ വെറുതെ ഒരു സഭയിൽ ഒരു 3 കൊല്ലം ഇരിക്കാനായിട്ട് വന്നവരല്ല. ആ 3 കൊല്ലം ഇരിക്കുമ്പോൾ ഇളകി മറിയണം. വെറുതെ എല്ലാവരും പറയുന്നത് കർത്താവ് നല്ലവനാന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. അത് പെന്തക്കോസ്തുകാർക്ക് അറിയാം, രക്ഷിക്കപ്പെടണമെന്നുള്ളത് അറിയാം. ബട്ട് അനന്തരഫലങ്ങൾ, അതിൻ്റെ ആഫ്റ്റർ റിസൾട്ട് നീ മനസ്സിലാക്കണം. നിൻ്റെ വേല ശരിയായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊരാളെ വേലയ്ക്കെടുക്കുന്നെങ്കിൽ ആ അനുഭവം ഉള്ളവർക്ക് മാത്രമേ കർത്താവിന് സ്തോത്രം ഒരു സ്ഥലം കൊടുക്കുന്നുള്ളൂ. ഒരു വേലയും ചെയ്യുക, ചുമ്മാ വേദോത്സവം പ്രസംഗിക്കാമെന്ന് പറഞ്ഞാൽ മദ്രാസിൽ രാമസ്വാമി, CP രാമസ്വാമി ബൈബിൾ മുഴുവൻ പഠിച്ചയാളാണ്. അതുപോലെ ഇന്ത്യയുടെ രാധാകൃഷ്ണൻ നല്ലതായിട്ട് പഠിച്ചയാളാണ്. അതുകൊണ്ടൊന്നും അവർ ക്രിസ്ത്യാനിയായില്ല. ബൈബിൾ നല്ലതായിട്ട് വ്യാഖ്യാനിക്കുകയും പറയുകയും ചെയ്യാനായിട്ട് തിയോളജിക്കൽ സെമിനാരികൾക്ക് കഴിയും. ബട്ട് ദാറ്റ് ഡസൻറ്റ് വർക്ക്. ഈ ട്രസ്റ്റ് ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആയിരിക്കാൻ ദൈവം ഇടയാക്കട്ടെ. ഞാൻ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം. ആ ആളുകൾ ദേശത്ത് ഓടിക്കൂടണം. അവിടെ എന്തോ നടക്കുന്നുണ്ട്, ആ സഭയിൽ എന്തോ നടക്കുന്നുണ്ട് എന്ന് ആളുകൾ ഓടിക്കൂടണം. പെരയ്ക്ക് തീ പിടിച്ചതുപോലെ ആളുകൾ ഓടിക്കൂടുന്നത് പെരയ്ക്ക് തീ പിടിക്കുമ്പോഴാണ് കൂടുന്നത് എന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ തീ അവിടെ കത്തുമ്പം നിങ്ങളറിയാതെ തന്നെ ആളുകൾക്ക് വരും.
ഇതൊന്നുമില്ല, ഒരു ആക്ടിവിറ്റീസും ഇല്ല. ഒരു 10 പേര് വന്നതായിട്ട് ഞാൻ പലയിടത്തും തിരക്കി നോക്കി എത്ര പേരുണ്ടെന്ന്. അതിൻ്റെ പുതുതായിട്ട് അതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ ആളുകൾ വരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. കർത്താവ് പറഞ്ഞ ഭൂലോകമൊക്കെയും പോയി സുവിശേഷം പറയാനല്ലേ. അതെ, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം, അവരെ നീ ഡിസൈപ്പിളാക്കണം. അത് തന്നെയുമല്ല, അതെ, എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും. ഇത് കർത്താവല്ലേ പറഞ്ഞേ, യുവർ ഡ്യൂട്ടി. You see, the commission of Jesus Christ is the omission now in the church. And salvation is a starting point. Termination അല്ല. സാൽവേഷൻ, രക്ഷിക്കപ്പെട്ട് നീ വന്നിരിക്കുന്നത്, സഭയിൽ വന്നിരിക്കുന്നത് ഒരു യുദ്ധത്തിനാണ്. ആ യുദ്ധം നീ ചെയ്യണം. നമ്മളെ റിക്രൂട്ട് ചെയ്തതാണ് ഇപ്പോൾ ആർമിയിലേക്ക്. ആർമിയിൽ അവിടെ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും തിന്ന് കിടക്കാനല്ല. കർത്താവായ യേശു നിന്നെ ഇന്ന് അതെ ദൈവസന്നിധിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ഫോർ ഫൈറ്റ്. അന്ധകാര ശക്തികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ ഇൻ ദ ഹെവൻലീസ്, നരകത്തിലല്ല, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യും. നിന്റെ സഭയോട് യുദ്ധം ചെയ്യും, നിന്റെ കുടുംബത്തോട് യുദ്ധം ചെയ്യും. നീ ഇത് കവർ ചെയ്ത് നിൽക്കുന്നതിനാണ് പ്രാർത്ഥന. അപ്പോൾ ഇതെല്ലാം വളരെ ഡീപ്പായ വിഷയമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മുടെ ഹൃദയം ചില പ്രിൻസിപ്പിൾ കൊണ്ട് അത് ചലിക്കട്ടെ, അലങ്കരിക്കട്ടെ. അതെ, ആ പവർ, ഒരു ശക്തി, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ തടയുവാൻ ആർക്ക് കഴിയും? ആപത്തോ വാളോ നഗ്നതയോ ഉപദ്രവമോ പീഡയോ ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നും കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർതിരിപ്പാൻ കഴിയില്ല. ആ സിമെൻറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ഹാവ് എ വിഷൻ ആൻഡ് ദെൻ യു വിൽ സക്സീഡ്. നിന്നെ തലമാറ്റത്തിനൊന്നും ആളുകൾ പിന്നെ കൂട്ടുകയില്ല. ആ കാര്യമൊന്നും നോക്കണ്ട. കാരണം ആ പുള്ളി അവിടെ ഇരുന്നോട്ട് 18 കൊല്ലമായിരിക്കുന്നവരെ മാറ്റേണ്ടെന്ന് പറയുന്നില്ലേ? കാരണം അവരുടെ ശുശ്രൂഷ അത്ര എഫക്റ്റീവാണ്. നിൻ്റെ ശുശ്രൂഷ എഫക്റ്റീവ് ആകണം. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.